വർഷം 1983. ഇന്ത്യ അപ്രതീക്ഷിതമായി ക്രിക്കറ്റ് വേൾഡ് കപ്പ് ജയിച്ചു. കപിൽ ദേവിന്റെ നേതൃത്വത്തിലുള്ള ടീം വിജയശ്രീലാളിതരായി ഇന്ത്യയിൽ മടങ്ങിയെത്തി. രാജ്യം മുഴുവൻ ഭ്രാന്തമായ ആഹ്ലാദത്തിലായി. അതോടൊപ്പം ഇന്ത്യയിലെ മധ്യവർഗ കുടുംബങ്ങൾ ഒരു തീരുമാനമെടുത്തു. ഒരു കളർ ടെലിവിഷൻ സ്വന്തമാക്കുക തന്നെ വേണം. ഇനി വരുന്ന ക്രിക്കറ്റ് മത്സരങ്ങളും കഴിഞ്ഞ ക്രിക്കറ്റ് മത്സരങ്ങളുടെ റീപ്ലേയും കാണാനായി. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. 1983 ഇന്ത്യയിലെ കളർ ടിവികളെല്ലാം ഇമ്പോർട്ട് ചെയ്തവയായിരുന്നു. വളരെയധികം വില പിടിച്ച ലക്ഷറി ഐറ്റംസ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എണ്ണത്തിൽ കൂടുതൽ വരുന്ന മധ്യവർഗ കുടുംബങ്ങൾക്ക് ഒരു കളർ ടി വി വാങ്ങുക എന്നത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. ആ വിടവിലേക്കാണ് മഹാരാഷ്ട്രയിലെ ഒരു ചെറിയ പട്ടണത്തിൽ നിന്നുള്ള ഒരു സാധാരണ കുടുംബം കടന്നു വരുന്നത്. വൈദ്യുതി പോലുമില്ലാത്ത ഒരു ഗ്രാമത്തിൽ ഒരു അത്യാധുനിക പഞ്ചസാര മിൽ പണിത ഒരു അച്ഛൻ്റെ 3 മക്കൾ എന്ന് പറയുന്നത് വീഡിയോകോൺ എന്ന പഴയ കളർ ടി വിയുടെ കഥയാണ്. വീഡിയോകോണിന് മുമ്പ്, ടെലിവിഷനുകൾക്കും വാഷിംഗ് മെഷീനുകൾക്കും മുമ്പ് മഹാരാഷ്ട്രയിൽ ഒരു കർഷകനുണ്ടായിരുന്നു. ചുറ്റുമുള്ള എല്ലാവരേക്കാളും വലുതായി ചിന്തിക്കാൻ തീരുമാനിച്ച ഒരാൾ. നന്ദലാൽ ധൂത് ജനിച്ചത് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിലെ ഒരു കാർഷിക കുടുംബത്തിലാണ്. അവിടെ അദ്ദേഹത്തിന് ഒരു കോട്ടൺ ജിന്നിംഗ് മിൽ ഉണ്ടായിരുന്നു. ധാന്യങ്ങളുടെ മൊത്ത വ്യാപാരവും. 1955 വൈദ്യുതി ഇല്ലാത്ത തന്റെ ഗ്രാമത്തിൽ പഞ്ചസാര മിൽ സ്ഥാപിക്കാൻ അദ്ദേഹം യൂറോപ്പിൽ നിന്ന് മെഷീനറി ഇമ്പോർട്ട് ചെയ്തു. അവരുടെ കുടുംബം പിന്നീട് ഇതിനെ വിശേഷിപ്പിച്ചത് അവരുടെ നാട്ടിൽ ഒരു ചെറിയ വ്യാവസായിക വിപ്ലവം തുടങ്ങിയത് അവരാണെന്നാണ്. മൂത്ത മകൻ വേണുഗോപാൽ വളർന്നത് ഇതു കണ്ടാണ്. താൻ എവിടെയാണോ നിൽക്കുന്നത് അതിനപ്പുറം മറികടന്ന് ചിന്തിക്കാനുള്ള ധൈര്യം, അതിനപ്പുറത്തുള്ള സ്വപ്നങ്ങൾ കാണാനുള്ള ധൈര്യം, അതെല്ലാം അവന് ചെറുപ്രായത്തിലെ നൽകിയത് സ്വന്തം അച്ഛൻ തന്നെയായിരുന്നു. 1970കളുടെ അവസാനം ധൂത് കുടുംബത്തിന്റെ ആദ്യത്തെ വലിയ ബിസിനസ് വിജയം ബജാജ് ഓട്ടോ ഉൽപ്പന്നങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. പിന്നീട് 1983 ക്രിക്കറ്റ് വേൾഡ് കപ്പ് വിജയത്തോടെ ടി വി സെറ്റുകളുടെ ഡിമാൻഡ് കുതിച്ചുയർന്നു. കുടുംബം വേഗത്തിൽ ടി വി സെറ്റുകളുടെ മാനുഫാക്ചറിംഗിലേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. 1982 തന്നെ ദൂരദർശൻ ഇന്ത്യയിൽ കളർ ടെലിവിഷൻ സംപ്രേക്ഷണം ആരംഭിച്ചിരുന്നു. അത് ഉള്ളിൽ സ്വപ്നങ്ങൾ പേറുന്നവർക്ക് പുതിയൊരു മാർക്കറ്റാണ് സമ്മാനിച്ചത്. പൂനെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദമുള്ള വേണുഗോപാൽ ഒരു വർഷത്തെ പരിശീലനത്തിനായി ജപ്പാനിലേക്ക് വണ്ടി കയറി. ഇലക്ട്രോണിക്സ് കമ്പനികളിൽ ട്രെയിനിങ്ങിന്. സ്ഥിരതയും ലാഭവുമുള്ള ബജാജ് സ്കൂട്ടർ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ഉണ്ടായിട്ടും മൂത്ത മകൻ ഒരു വർഷത്തേക്ക് ജപ്പാനിലേക്ക് പറന്നു. കാരണം അവൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു തന്റെയും ബിസിനസിന്റെയും ഭാവി ടെലിവിഷനാണ്. 1986 അദ്ദേഹം ഇന്ത്യയിൽ തിരിച്ചു വന്ന് വീഡിയോകോൺ ഇന്റർനാഷണൽ സ്ഥാപിച്ചു. ലക്ഷ്യം ഒരു വർഷം 1,00,000 ടി വി സെറ്റുകൾ. തോഷിബയുമായി ടെക്നിക്കൽ കൊളാബറേഷൻ. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഔറംഗാബാദിലെ ആദ്യ പ്ലാന്റിൽ നിന്ന് തുടങ്ങി 1980കളിൽ ഉടനീളം ഇന്ത്യയിലെമ്പാടും ധൂത് മാനുഫാക്ചറിംഗ് ഫെസിലിറ്റികൾ സ്ഥാപിച്ചു. ആദ്യ ഉൽപ്പന്നങ്ങൾ ടിവികളും വാഷിംഗ് മെഷീനുകളും വൻ വിജയങ്ങളായി മാറി. കാരണം ഇന്ത്യൻ മധ്യവർഗം ഈ ഉൽപ്പന്നങ്ങൾ ജീവിതത്തിൽ ആദ്യമായാണ് വാങ്ങിയിരുന്നത്. അതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യൻ മധ്യവർഗങ്ങൾ ആദ്യമായാണ് ടിവിയും വാഷിംഗ് മെഷീനുകളും എല്ലാം വാങ്ങാൻ തുടങ്ങിയത്. വീഡിയോകോൺ ലക്ഷറി സെഗ്മെന്റിലുള്ള കസ്റ്റമേഴ്സിനായി മറ്റു കമ്പനികളുമായി മത്സരിക്കുകയായിരുന്നില്ല. തങ്ങളുടെ തന്നെ പുതിയ ഒരു സെഗ്മെന്റ് ആണ് അവർ തുറന്നത്. 1990കളുടെ തുടക്കത്തിൽ ബസൂക്ക, ബസൂംബ തുടങ്ങിയ ടി വി മോഡലുകൾ മാർക്കറ്റിന്റെ പ്രിയപ്പെട്ടവയായി മാറി. ഒനീഡ, സെലോറ, വെസ്റ്റേൺ തുടങ്ങിയ എതിരാളികളെ വീഡിയോകോൺ വിലക്കുറവ് കൊണ്ട് തള്ളിമാറ്റി. വീഡിയോകോണിന്റെ മിടുക്ക് ടെക്നോളജി ആയിരുന്നില്ല, ഡിസ്ട്രിബ്യൂഷനും പ്രൈസിംഗുമായിരുന്നു. ഉൽപ്പന്നം വില കുറച്ചുണ്ടാക്കുക, എല്ലായിടത്തും എത്തിക്കുക. ഒരു കളർ ടെലിവിഷൻ സ്വന്തമാക്കുന്നത് ആഡംബരമല്ല, പകരം തങ്ങൾ അർഹിക്കുന്ന ഒരു ചെറിയ കാര്യമാണ് എന്ന് ഇന്ത്യൻ മധ്യവർഗത്തെ ബോധ്യപ്പെടുത്തുക. അത് അതിഗംഭീരമായി വിജയിച്ചു. 2008 ആകുമ്പോഴേക്കും വീഡിയോകോൺ ഗ്രൂപ്പിന്റെ വാർഷിക വരുമാനം $3 ബില്യൺ കടന്നു. ഷാരൂഖ് ഖാൻ ബ്രാൻഡ് അംബാസഡറായി. ഔറംഗാബാദിൽ ബജാജ് സ്കൂട്ടർ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ മനുഷ്യന് വേണ്ടി ബോളിവുഡിലെ ഏറ്റവും വലിയ താരം 5 കോടി കുടുംബങ്ങൾക്ക് ടെലിവിഷൻ വിറ്റു. 1999 ധൂത് ഡച്ച് കമ്പനിയായ ഫിലിപ്സിന്റെ ഇന്ത്യയിലെ മാനുഫാക്ചറിംഗ് ബിസിനസ് ഏറ്റെടുത്തു. കിഴക്കൻ ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് വേണ്ടി. അദ്ദേഹം വളരുക മാത്രമായിരുന്നില്ല, എതിരാളികളുടെ ഫാക്ടറികൾ വാങ്ങിക്കൂട്ടുകയുമായിരുന്നു. പക്ഷേ ഇവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. മധ്യവർഗത്തിന് വേണ്ടി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക എന്ന വളരെ വ്യക്തവും ലളിതവുമായ ലോജിക്കുമായി മുന്നോട്ടിറങ്ങി തിരിച്ച മനുഷ്യൻ പിന്നീട് അതിൽ നിന്ന് തന്റെ ശ്രദ്ധ തിരിച്ചു. 1994 വീഡിയോകോൺ ആന്ധ്രാപ്രദേശ് തീരത്ത് റവ ഓയിൽ ഫീൽഡിൽ 25% ഓഹരി വാങ്ങി. ഓയിലും ഗ്യാസും ടെലിവിഷനുമായി യാതൊരു ബന്ധവുമില്ല. വീഡിയോകോണിന് അന്ന് വരെ അറിയാവുന്ന ഒന്നുമായും ബന്ധമില്ല.
പിന്നെ ടെലികോം, പിന്നെ റിയൽ എസ്റ്റേറ്റ്, പിന്നെ റിന്യൂവബിൾ എനർജി. ടെലികമ്മ്യൂണിക്കേഷൻസിലേക്കും ഹൈഡ്രോ കാർബൺ എക്സ്പ്ലോറേഷനിലേക്കുമുള്ള വേണുഗോപാലിന്റെ അതിവേഗ വികസനം പക്ഷേ സാമ്പത്തിക തകർച്ചയിലേക്കാണ് നയിച്ചത്. ഓരോ പുതിയ സെക്ടറിനും വൻതോതിൽ മൂലധനം വേണമായിരുന്നു. കടം കുമിഞ്ഞുകൂടി. പിന്നെ വന്നു എല്ലാം അവസാനിപ്പിച്ച ഒരു അഴിമതി കേസ്. 2009-നും 2011-നും ഇടയിൽ ധൂത് ICICI ബാങ്കിൽ നിന്ന് വൻ ലോണുകൾ എടുത്തു. പക്ഷേ ആ ലോണുകളെല്ലാം നേടിയെടുത്തത് ICICI ബാങ്കിന്റെ CEO ആയ ചന്ദ കൊച്ചാർ തന്റെ പദവിയെ ദുരുപയോഗം ചെയ്തിട്ടാണ്. അനധികൃതമായി സമ്പാദിച്ച ലോണുകൾ. വീഡിയോകോണിന് ലോണുകൾ അനുവദിച്ചതിന് പകരമായി അവരുടെ ഭർത്താവാണ് അവർക്ക് വേണ്ടി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയത്. വലിയ വിവാദമായി. CBI അന്വേഷണം വന്നു. ചന്ദ കൊച്ചാർ കുറ്റക്കാരി എന്ന് തെളിഞ്ഞു. ഈ കേസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് തട്ടിപ്പ് അന്വേഷണങ്ങളിൽ ഒന്നായി മാറി. ചന്ദ കൊച്ചാർ അറസ്റ്റിലായി, കൂടെ ധൂതും. 2010-കളുടെ മധ്യത്തിൽ 50,000 കോടി രൂപ കടന്നിരുന്ന വീഡിയോകോണിന്റെ വരുമാനം തകർന്നടിഞ്ഞു. ഗ്രൂപ്പ് ഇൻസോൾവൻസി നടപടികളിലേക്ക് പോയി. ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന കൺസ്യൂമർ ഇലക്ട്രോണിക് ബ്രാൻഡ് പണിത മനുഷ്യൻ അവസാനം എത്തിയത് ഒരു CBI കസ്റ്റഡി വാനിലാണ്. പതിയെ ബ്രാൻഡ് ജനമധ്യത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. വീഡിയോകോണിന്റെ കഥ ഒരു കഥയ്ക്കുള്ളിൽ മറ്റ് 2 കഥകളാണ്. ഒന്നാമത്തെ കഥ, വൈദ്യുതി പോലും ഇല്ലാത്ത ഗ്രാമത്തിൽ പഞ്ചസാര മിൽ പണിയാൻ തീരുമാനിച്ച ഒരു അച്ഛന്റെയും സ്വന്തം ജോലി ഉപേക്ഷിച്ച് കളർ ടെലിവിഷനുകൾ വിപണിയിൽ ഇറക്കാനായി അതിന്റെ ട്രെയിനിങ്ങിനായി ജപ്പാനിലേക്ക് പോയ ഒരു മകന്റെയും കഥ. അത് അച്ചടക്കത്തിന്റെയും കൃത്യമായ ടൈമിങ്ങിന്റെയും കസ്റ്റമേഴ്സിനെ കൃത്യമായി മനസ്സിലാക്കുന്നതിന്റെയും കഥയാണ്. രണ്ടാമത്തേത്, ആ അച്ചടക്കമില്ലാതാകുമ്പോൾ, പ്ലാനിംഗ് ഇല്ലാതാകുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള കഥ. ഇന്ത്യയുടെ കൺസ്യൂമർ ഇലക്ട്രോണിക് മാർക്കറ്റ് കീഴടക്കാൻ വേണുഗോപാൽ ധൂതിനെ പ്രേരിപ്പിച്ച അതേ ആക്രമണോത്സുകത അദ്ദേഹത്തിന് അറിയാത്ത സെക്ടറുകളിലേക്ക് അശ്രദ്ധമായി ചാടാനും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ഒടുവിൽ കടം അദ്ദേഹം പണിതതെല്ലാം വിഴുങ്ങി. ബസൂക്ക ടെലിവിഷൻ, ബസൂംബ, ഇന്ത്യയിലെമ്പാടുമുള്ള ബിൽബോർഡുകളിൽ ചിരിക്കുന്ന ഷാരൂഖ് ഖാൻ എല്ലാം പണിതു, എല്ലാം പോയി. എല്ലാം തുടങ്ങിയ ഔറംഗാബാദിലെ ആ ഫാക്ടറി ഇന്ന് നിശ്ചലമായി കിടക്കുന്നു.